ഒമാനിൽ വരും ദിവസങ്ങളിൽ താപനിലയിൽ കുറവുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കടൽ തീരങ്ങളുടെ ശുചിത്വം സംരക്ഷിക്കണമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി. മയക്കുമരുന്നുമായി ബ്രൗഷറിൽ 2 പേർ പിടിയിൽ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഒമാനിൽ വരുന്ന ദിവസങ്ങളിൽ താപനിലയിൽ കുറവുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വടക്കൻ ഗവർണറേറ്റുകളിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ വരും ദിവസങ്ങളിൽ താപനിലയിൽ താരതമ്യേന കുറവുണ്ടാകും. ബുധനാഴ്ച വൈകിട്ട് മുതൽ ആരംഭിച്ച ഈ കാറ്റ് ഏതാനും ദിവസങ്ങൾ കൂടി തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാറ്റ് മൂലം മരുഭൂമികളിലും തുറസായ സ്ഥലങ്ങളിലും പൊടിപടലങ്ങൾ ഉയരാനും ദൃശ്യപരത കുറയാനും സാധ്യതയുണ്ട്. ഒമാൻ തീരങ്ങളിൽ തിരമാലകൾ 2 മീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. വെള്ളിയാഴ്ചയോടെ മസ്കത്തിലെ താപനില ഏകദേശം 26 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മസ്കത്ത് ഗവർണറേറ്റിലെ കടൽ തീരങ്ങളുടെ ശുചിത്വം സംരക്ഷിക്കാൻ സ്വദേശികളും സന്ദർശകരും മുന്നോട്ട് വരണമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി ആഹ്വാനം ചെയ്തു. പ്രകൃതി സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നത് എല്ലാവരുടെയും പങ്കാളിത്ത ഉത്തരവാദിത്വമാണെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. ഒമാന്റെ കടൽ തീരങ്ങൾ രാജ്യത്തിന്റെ പ്രകൃതി ഭംഗിയുടെയും സാമൂഹിക മൂല്യങ്ങളുടെയും പ്രതീകങ്ങളാണെന്നും ശുചിത്വം പാലിക്കുന്നതിലൂടെ ഈ പൈതൃകം നിലനിർത്താനാകുമെന്നും മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. കടൽ തീരങ്ങളിൽ എത്തുന്നവർ മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ശേഖരിച്ച് നിർദ്ദിഷ്ട മാലിന്യ കൊട്ടകളിൽ നിക്ഷേപിക്കണം. തീരപരിസ്ഥിതി സംരക്ഷിക്കാൻ സംഘടിപ്പിക്കുന്ന സന്നദ്ധ ശുചീകരണ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾ സജീവമായി പങ്കെടുക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. മയക്കുമരുന്നുമായി ബൗഷറിൽ 2 ഏഷ്യൻ പൗരന്മാരെ പിടികൂടി. റോയൽ ഒമാൻ പോലീസിന്റെ മയക്കുമരുന്ന് വിരുദ്ധ ഡയറക്ടറേറ്റ് ജനറൽ നടത്തിയ റെയ്ഡിലാണ് പ്രതികൾ പിടിയിലായത്. പരിശോധനയിൽ ക്രിസ്റ്റൽ മെത്ത്, ഹാഷിഷ്, ഗാഞ്ച, മയക്കുമരുന്ന് ഗുളികകൾ എന്നിവ ഉയർന്ന തോതിൽ കൈവശം വെച്ചതായി കണ്ടെത്തി. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ബുറായ്മി വിലായത്തിലെ നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടകളിൽ മോഷണം നടത്തിയയാൾ പിടിയിൽ. 2 വ്യാപാര സ്ഥാപനങ്ങളിൽ നടന്ന മോഷണ പരമ്പരയ്ക്ക് പിന്നാലെയാണ് പ്രതിയെ ആരോപി അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.